ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നാടൻ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരിക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതേപോലെ വൈലറ്റ് കളറിലെ വഴുതനങ്ങ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു തക്കാളിയും ചെറിയ 2 സവാളയും 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി അല്ലി വലുതായതുകൊണ്ട് 3 എടുത്തു, ചെറുതാണെങ്കിൽ ഒരു 4-5 എടുത്തുള്ളൂ കേട്ടോ. ഇനി കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പരന്ന പാൻ എടുക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ആ വഴുതനങ്ങയും തക്കാളിയും അതേപോലെ സവാളയും എല്ലാം ഒന്ന് രണ്ടായിട്ടൊന്ന് കീറിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. വേവിച്ചതിന് ശേഷം ഇത് തൊലി ഒന്ന് ഇളക്കി മാറ്റണം. അതായത് വഴുതനങ്ങയുടെയും തക്കാളിയുടെയും തൊലി ഒന്ന് ഉരിച്ച് മാറ്റണം. അതിന് വേണ്ടി ഇത് കമിഴ്ത്തി വെച്ചേക്കുന്നത്. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഐറ്റവും കൂടെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഒരു 5 മിനിറ്റ് ശേഷം തുറന്നപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയുടെയും അതേപോലെ വഴുതനങ്ങയുടെ തൊലിയെല്ലാം നന്നായിട്ട് ചുരുങ്ങി ഇരിപ്പുണ്ട്. ഇനി നമുക്കൊരു പ്ലക്കർ ഉപയോഗിച്ച് ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റി കൊടുക്കാം. പ്ലക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചൂട് കൈ തട്ടത്തില്ല. അപ്പം പ്ലക്കർ ഇല്ലെങ്കിൽ അപ്പം ചൂടാറുന്നിടം വരെ ഒന്ന് കാത്തിരിക്കാം. അപ്പം നമുക്ക് കൈ കൊണ്ട് ആയാലും ഇളക്കി മാറ്റി കൊടുക്കാം. പ്ലക്കർ ആകുമ്പോൾ പെട്ടെന്ന് ആ ചൂടോടെ നന്നായിട്ട് പെട്ടെന്ന് ഇളകി വരും. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ ഉള്ളു നന്നായിട്ടൊന്ന് വേവണം. ഉള്ളും കൂടെ നന്നായിട്ട് വേകുന്നിടം വരെ ഒന്നും മൂടി വെച്ചേക്കാം. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. വഴുതനങ്ങയൊക്കെ അല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. വഴുതനങ്ങ തക്കാളിക്ക് ആകുമ്പോൾ പെട്ടെന്ന് വെന്തുടയുന്ന സാധനങ്ങളാണ്. അപ്പോൾ 2 മിനിറ്റും കൂടെ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് ഒരു തവിയോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ടിത് ഉടച്ചെടുക്കാം. ഇപ്പോൾ കിഴങ്ങൊക്കെ സ്മാഷ് ചെയ്യുന്ന ആ ഒരു തരത്തിൽ തവി ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാം. അതുകൊണ്ടും ചെയ്തെടുക്കാം. പെട്ടെന്നത് നമുക്ക് സ്മാഷായി കിട്ടും. നന്നായിട്ടത് മിക്സായി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തവി മാറ്റിയിട്ട് ഇപ്പോൾ ഫോർക്ക് ഉണ്ടായാലും പെട്ടെന്ന് നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഈ കറി ഞാൻ ചോറിന് മാത്രമല്ല, ഇപ്പം നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും അതേപോലെ ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. അതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡിയായി കിട്ടും കേട്ടോ. അപ്പം ഞാൻ പാത്രത്തിൽ നിന്ന് അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇത് കടുക് താളിക്കാനാണ് കേട്ടോ. കടുക് താളിക്കാൻ വേറൊരു പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് വെളിച്ചെണ്ണ ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കടുക് പൊട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് നമ്മുടെ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉഴുന്ന് ചെറുതായിട്ട് നിറമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരേണ്ട വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നിൻ്റെ നിറമൊക്കെ മാറി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വഴുതനങ്ങ കറിക്ക് വേണ്ടിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് വെച്ചാൽ പൊടികളെല്ലാം നമ്മുടെ ഉടച്ച് വെച്ച വഴുതനങ്ങയിലേക്ക് ചേരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടെല്ലാം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ചാറിന് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം പിന്നെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ടോട്ടൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങ് വറ്റും, പെട്ടെന്ന് വറ്റി വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ ആ മസാലയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന് കുറച്ചേ ഉള്ളായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയും അതേപോലെ പൂരി
ചപ്പാത്തിക്കും പൂരിക്കും കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ ചോറിൻ്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കൂട്ടാവുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, താങ്ക്